അപ്പോൾ ഈ പച്ചച്ചാണകം തെങ്ങിന് എപ്പോഴും ഇടാൻ പറ്റുമോ? ഇല്ല, പച്ചച്ചാണകം ഇടുന്ന എപ്പോഴും റിസ്ക് ആണ്. കാരണം നമുക്കിപ്പോൾ തെങ്ങിന് വരുന്ന ഏറ്റവും വലിയൊരു കീടശല്യമാണ് നമ്മളുടെ എന്താ പറയുക റൈനോസറസ് ബീറ്റിൽ എന്ന് പറയുന്ന നമ്മളെ കൊമ്പൻ ചെല്ലി. ഈ കൊമ്പൻ ചെല്ലി അതുപോലെ തന്നെ ചെമ്പൻ ചെല്ലിയൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബ്രീഡിങ്ങിന് സഹായിക്കുന്ന ഈ പച്ചച്ചാണകം. നമ്മൾ ഈ ചാണകക്കുഴികളാണ് നമുക്ക് ഇതിനുള്ള ഒരു സോഴ്സായിട്ട്. പിന്നെ അതുപോലെ തലപോയ തെങ്ങുകളുമാണ്. അപ്പോൾ നമ്മൾ ഈ പച്ചച്ചാണകം ഇട്ട് കൊടുത്താൽ ഈ വണ്ടിന് വളരാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതന്നെ ഒന്ന് നമ്മളെ തെങ്ങ് നശിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത്. ഉണങ്ങി പൊടിഞ്ഞ ചാണകം തന്നെ ഇട്ട് കൊടുക്കണം. അങ്ങനെ വല്ലാതെ ആ ചാണകത്തിൽ വെള്ളമായി നനഞ്ഞു നിന്നാൽ ഇത് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഉണങ്ങി പൊടിഞ്ഞ ചാണകം തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. കാരണം നേരെ ഫാമിൽ നിന്നൊക്കെ എടുത്ത് അങ്ങനെ ഉപയോഗിക്കരുത്. അതിപ്പോൾ ഇനി കോഴിക്കാഷ്ടായാലൊന്നും അങ്ങനെ ഉപയോഗിക്കരുത്. ഈ രീതിയിൽ ഉണങ്ങി പൊടിഞ്ഞ് ശേഷം ഉപയോഗിച്ചാൽ അത്രയും നല്ലതാണ്. പിന്നെ നമുക്ക് തെങ്ങിന് പ്രധാനമായിട്ടും വരാറുള്ള ചെള്ളിൻ്റെ ശല്യമാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ട് ചെയ്യേണ്ടത് തെങ്ങിൻ്റെ കവിള് കൃത്യമായിട്ട് വൃത്തിയാക്കണം. തേങ്ങ ഇടുന്നതിൻ്റെ കൂടെ തന്നെ കവിള് വൃത്തിയാക്കാൻ പറയുക. ഇനി ഭയങ്കരമായിട്ട് ശല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്, അല്ലെങ്കിൽ ജൈവ മാർഗങ്ങളും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള കൃഷിഭവനുമായിട്ടോ അല്ലെങ്കിൽ കൃഷി ഉദ്യോഗസ്ഥരുമായിട്ടോ ഒക്കെ സംസാരിച്ചിട്ട് നിങ്ങളുടെ നാട്ടിലെ അവൈലബിലിറ്റി നോക്കിയിട്ട് പല കെമിക്കൽസും ഉണ്ട്. ഫെർട്രയൊക്കെ പോലെയുള്ള പല കെമിക്കൽസും, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നാഫ്തലിൻ ബോളൊക്കെ ഈ മണലിൽ മിക്സ് ചെയ്ത് കവിളിലിട്ട് കൊടുത്താലും ഒരു പരിധി വരെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ സൂക്ഷിക്കേണ്ട മറ്റൊന്നാണ് ചെമ്പൻ ചെല്ലിയുടെ അറ്റാക്ക്. നമുക്കിങ്ങനെ ഹോൾസ് കാണാൻ പറ്റും മുകൾ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ ആ ഹോൾസ് ഉണ്ടെങ്കിൽ ചെമ്പൻ ചെല്ലി ഉള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കൃഷി ഉദ്യോഗസ്ഥനുമായിട്ടോ അല്ലെങ്കിൽ കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ അവിടെ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ള ലോക്കലായിട്ടുള്ള കെമിക്കൽ അത് ഉപയോഗിച്ച് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമം നടത്തണം. അല്ലെങ്കിൽ തെങ്ങ് പെട്ടെന്ന് എത്ര ആരോഗ്യമായിട്ടുള്ള തെങ്ങായാലും അത് നശിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ അത്ര